ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. അലസത മാറാനുള്ള വചനങ്ങളാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്. അലസത മാറാൻ വചനം മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, 2 മക്കളും 2 വർഷം കഴിഞ്ഞു, പ്രൊഫഷണൽ ഡിഗ്രികൾ, അതായത് ബിടെക് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്തെങ്കിലും ചോദിച്ചുമ്പോൾ ചാടിക്കയറുകയാണ്. ഉദ്ദേശിച്ച ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അന്നു മുതൽ കയറി ഇരിപ്പാണ്. അപ്പോൾ അതിൻ്റെ മൂല കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു മടി. അവർ പറഞ്ഞു അത് തന്നെയാണ്, പോകാതിരുന്ന് കിട്ടാതിരുന്ന് ഇപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധനത്തിലായി. ഏത് വചനം പ്രാർത്ഥിക്കണം? ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നതാണ്. മകൻ UK പഠിക്കാൻ പോയപ്പോൾ തൊട്ട് അപ്പൻ ജോലി ഉപേക്ഷിച്ച് കയറിയിരിപ്പാണ്. പണ്ടത്തെ പോലെ ഇങ്ങനെ പറിച്ചെടുക്കുന്ന പോലെ UK കാനഡയിലും USA ഒന്നും പഴയ രക്ഷയൊന്നും ഇല്ല. അതൊരു ലക്കൊക്കെയാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ എത്തിക്കഴിഞ്ഞു. ഒത്തിരി പേര് ജോലി ഇല്ലാത്തവരുണ്ട്. പാർട്ട് ടൈം ജോബൊക്കെ കിട്ടാതെ പഠിക്കാൻ പോയവർ ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ട്. ബ്രദർ ഇത് പറയുന്നത് ഓരോ ദിവസവും ഈ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞവരും പോകാനിരിക്കുന്നവരും അവരുടെ ബന്ധുക്കളൊക്കെ പ്രാർത്ഥനാ സഹായത്തിനും വിഷമത്തിനുമായിട്ടൊക്കെ വിളിക്കുന്നവർ ഒത്തിരി ഉണ്ട്. അപ്പോൾ എവിടെ ആയാലും അലസത മാറാതെ ഒരു രക്ഷയുമില്ല. മകൻ UK പോയെന്നും പറഞ്ഞ് അവന് പാർട്ട് ടൈം ജോലി പോലും പാകത്തിന് കിട്ടിയിട്ടില്ല. ഇവിടെ കടം കയറി കുടുംബം മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പനാണെങ്കിൽ മോൻ പോയതോടുകൂടി ജോലി വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഇനി മുഴുവൻ തിരയും മാറിയിട്ട് ആർക്കും വെള്ളം ഇറക്കാനായിട്ട് സാധിക്കത്തില്ല. എന്തെങ്കിലും പാടുകേടോ രോഗമോ വയ്യായികയോ ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തില്ല. അല്ലെങ്കിൽ ഒരു 10-40 വയസ്സ് കഴിയുമ്പോൾ ഓരോ അടയാളങ്ങൾ സിഗ്നലൊക്കെ കണ്ടു തുടങ്ങും, എത്ര ആരോഗ്യവാന്മാരാണെങ്കിലും. അപ്പോൾ ഇത് കടന്നു പോകാനുള്ളതാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എനിക്കൊരർത്ഥം സംഭവിക്കുകയില്ല എന്ന് 23-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നത് ഓർത്തിരിക്കുക. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം എന്താണ്? അധ്വാനിച്ച് നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക. പഠിക്കുന്ന കുട്ടികളോടും പഠിച്ച് ജോലി കിട്ടാതെയും കിട്ടിയും കഴിയുന്നവരോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: അധ്വാനിക്കണം. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന വചനത്തിൽ പറയുന്നത്. പണ്ടൊരു മോഹൻലാലിൻ്റെ സിനിമയിൽ പറഞ്ഞതുപോലെ ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. അതായത് ഇപ്പോൾ ജോലി ഇല്ല, ലീവിലാണ്. ഇനി ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം പുള്ളി ഈ സിനിമയിലെ കഥാപാത്രം ഒരലസനെ അവൻ്റെ റോള് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ എങ്ങനെ ആയാലും ഈ അലസതയുടെ കെട്ടുകൾ പൊട്ടണം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 44-ാം വാക്യത്തിൽ ലാസറിനെ ഉയർപ്പിക്കാനായി വന്നപ്പോൾ യേശു പറയുന്ന വാക്യം ഓർക്കുക: അവൻ്റെ കെട്ടുകൾ അഴിക്കുക. യോഹന്നാൻ 11:44. അവൻ്റെ കെട്ടുകൾ അഴിക്കുക. അപ്പോൾ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. ചിലർ 1000 പ്രാവശ്യം 10,000 പ്രാവശ്യം വചനം എഴുതുന്നവർ, അങ്ങനെയുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല. അധ്വാനിക്കാതെ എങ്ങനെ ഭക്ഷിക്കാൻ പറ്റും? നമ്മൾ യാചന പ്രാർത്ഥനക്കാർ മാത്രമായിട്ട് തരം താരരുത് എന്നുകൂടെ വിശേഷിപ്പിക്കുകയാണ്. അതായത് മത്തായി 7:7 പറയുന്നുണ്ട്: ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പോൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്ത് ചെയ്യണം? അന്വേഷിക്കണം, മുട്ടണം, ഓടി നടക്കണം, അന്വേഷിക്കണം. ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി. കാനഡയിൽ നിന്ന് ജോലി കിട്ടാതെ 1.5 വർഷമായിട്ട് വിഷമിച്ച ഒരു സഹോദരൻ ഈ അടുത്ത നാളിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ് ഒരു മെസ്സേജ് എടുത്ത് തീരുമാനം എടുക്കാൻ വേണ്ടി വിളിച്ചത്. വേറെ എന്തെങ്കിലും കോഴ്സിന് ചേരണോ? പ്രായമാണെങ്കിൽ നല്ലോണം ഉണ്ട്, ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് ഒരു തീരുമാനം എടുത്തു. ഞാൻ പറഞ്ഞു, സഹോദര എന്നെ പോലെ. അപ്പോൾ പറഞ്ഞു, ബ്രദറെ ഒരു 500-600 സ്ഥലത്തെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസമായിട്ടൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ എന്തെങ്കിലും പഠിക്കാൻ ചേരണം. ഞാൻ പറഞ്ഞു, ഒരു 2 ദിവസം കൂടെ നോക്ക്, പ്രാർത്ഥിക്കാൻ ഒരു വചനവും പറഞ്ഞു കൊടുത്ത്. 2 ദിവസം ആകുന്നതിന് മുമ്പേ തന്നെ ദൈവം ഇടപെട്ടു. അപ്പോൾ അതൊക്കെ ഒരു ദൈവാനുഗ്രഹം, ഒരു അത്ഭുതം, മിറാക്കിൾ എന്നൊക്കെ പറയും. അങ്ങനെ അദ്ദേഹത്തിന് ജോലി കിട്ടി. 40 വയസ്സുള്ള കഴിഞ്ഞ ഒരു ദിവസം ഒരു സഹോദരൻ വിദേശത്ത് നിന്ന് ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു, IT ഫീൽഡിലെ ജോലി നഷ്ടപ്പെട്ടു. ഈ പ്രായത്തിൽ ഇനി കണ്ടെത്താനും കിട്ടാനും ഒത്തിരി പാടാണ്. അതുകൊണ്ട് ലോണും കടബാധ്യതയും വീട്ടുചെലവും ഒക്കെ ആയിട്ട് ഭാരിച്ച തുക ആവശ്യമുണ്ട്. ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണേ എന്നും പറഞ്ഞിട്ട് വിളിച്ചത് ഓർക്കുകയാണ്. അപ്പോൾ കഠിനമായിട്ട് നന്നായിട്ട് പരിശ്രമിക്കണം. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കണം, നിരാശയിലേക്ക് പോകാനല്ല. ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ വചനത്തിലേക്ക് കടന്നു വരാം. പ്രാർത്ഥിക്കാനുള്ള വചനമൊക്കെ പറഞ്ഞു തരാം. കാരണം അല്പം മുമ്പ് എൻ്റെ ജീവിത പങ്കാളിയോട് ആരോ പറഞ്ഞു, അലസത മാറാനുള്ള വചനം ഇട്ട് തരാമോ എന്നും പറഞ്ഞ് ഏത് വചനമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അപ്പോൾ
ഒരു ചെറിയ കഥ ഓർക്കുകയാണ്. ഭർത്താവ് ഉത്തരവാദിത്വമൊന്നും നോക്കാതെ കുടിച്ച് കെട്ടണത് മുഴുവൻ നശിപ്പിച്ച് ഭാര്യ ചെറിയ ജോലിക്ക് പോയിട്ട് കുടുംബ ചെലവും കുഞ്ഞുങ്ങളെയും വസ്ത്രവും ഭക്ഷണവും എല്ലാം നോക്കണം. ഈ മനുഷ്യൻ വന്ന് ഒരു സ്വൈര്യവും മുഴുവൻ കുടിച്ചിട്ട് വന്ന് ഒരു സ്വൈര്യവും കൊടുക്കില്ല. അവസാനം പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് ഈ പെണ്ണ് സഹിച്ച് കാഴ്ചവെച്ച് ഇയാളൊരു ധ്യാനം കൂടാൻ തീരുമാനമായി. ഇയാളൊരു ധ്യാനം കൂടിയാൽ നന്നാവുന്നില്ല. പക്ഷേ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കടം മേടിച്ചാണ് ധ്യാന ഫീസൊക്കെ കൊടുത്ത് അത്രയും ദിവസം ജോലിക്ക് പോയാലും മറ്റൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ അവസ്ഥയാണ്. ഭാര്യ ത്യാഗം സഹിച്ച് ഈ മനുഷ്യനായിട്ട് ധ്യാനത്തിനൊക്കെ പോയി. ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് പണിക്ക് പോകുന്നില്ല. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. ബൈബിൾ എടുത്ത് വെച്ച് ഫുൾ ടൈം ഇരുന്ന് വായന. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസമായി. ഭാര്യ ചോദിച്ചു, പേടിച്ചാണ് ചോദിക്കുന്നത്. കാരണം എന്ത് കിട്ടിയാലാ പോയി കുടിക്കാൻ സാധ്യതയുണ്ടോ, എല്ലാം തട്ടിത്തെറിപ്പിച്ച് കളയുമോ, പേടിച്ചാണ് ചോദിക്കുന്നത്. അല്ല, ഇനി ജോലിക്കൊന്നും പോകണില്ലേ, കുടിയൊക്കെ നിർത്തിയല്ല, ഇത്രയും 1 മാസം ആയില്ലേ, വീട്ടിലെ സ്ഥിതി ആകെ മോശമാണ്, ഒത്തിരി കടങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ പ്രാർത്ഥനയും ബൈബിളും മാത്രം മതിയാ. അപ്പം തന്നെ ഇയാൾ വേഗം കൈവൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കും, വയലിലെ ലില്ലികളെ നോക്കും, അവ വിതയ്ക്കൊന്നുമില്ല, കൊയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞതുപോലെ കടവും കുടുംബഭാരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ദൈവവചനവും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എസ്കേപ്പിസം, ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ പറയും. അപ്പോൾ ചിലർ കാരണവന്മാരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും അവരെ കഷ്ടപ്പെടുത്തും. കഴിഞ്ഞ ദിവസം ഒരു കേസ് എൻ്റെ അടുത്ത് വന്നത് ഓർക്കുകയാണ്. അവനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും ലക്ഷക്കണക്കിന് രൂപ മാതാപിതാക്കൾക്ക് കടം. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളായിട്ടും ഇപ്പോഴും ഭാരം മുഴുവൻ മാതാപിതാക്കൾക്ക്, ലക്ഷക്കണക്കിന് രൂപ കടം. കുറച്ച് നാൾ എന്തോ ജോലിക്ക് പോയി, അതിൽ കൂടുതൽ കടവും വരുത്തി വെച്ചിട്ട് ജോലി കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ചിലർ വിദേശത്ത് മാത്രമേ ജോലിക്ക് പോകുള്ളൂ എന്നും പറഞ്ഞുള്ള ഒരേ ഒരു ഇരിപ്പാണ്. ആ കാലഘട്ടമൊക്കെ മാറി. ഒത്തിരി മാന്ദ്യങ്ങളും സാമ്പത്തികമായ എല്ലാ മേഖലയിലും കീഴ്മേൽ മറിഞ്ഞ അവസ്ഥകളൊക്കെയാണ്. വെറുതെ കാലം നീട്ടിയിരുന്നാൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. എല്ലാം ഫാസ്റ്റായി. അതുപോലെ സാമ്പത്തിക മേഖലയിൽ ഒത്തിരി മാന്ദ്യങ്ങളുണ്ട്. പലതും അടിയിപ്പോയി, പുതിയ പലതും പൊങ്ങി വരുന്നു. അപ്പോൾ ഈ കിടമത്സരത്തിൽ നമുക്ക് ഇന്ത്യയിലായാലും പുറത്തായാലും ഇത് ലോകം മുഴുവൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മുന്നോട്ട്. അല്ലാതെ വെറുതെ കടം മാത്രം മാറ്റി വെച്ചാൽ, ഇന്ന് ചിലരൊക്കെ വിളിച്ചിട്ട് പറയും കടം മാറാൻ ഏത് വചനമാണ്, കടം കിട്ടാൻ വേണ്ടി ബ്രദറിന് കഞ്ഞി കൊടുക്കാൻ പൈസ തരാം, ഭക്ഷണപ്പൊതി കൊടുക്കാൻ കാശ് തരാം. എൻ്റെ പൊന്നെ വേണ്ട, അത്രയും ത്യാഗം സഹിച്ച് ആരും ചെയ്യണ്ട. കാരണം കടം കിട്ടിക്കഴിഞ്ഞിട്ട് അവസാനം ഇതെല്ലാം കൂടി അധ്വാനം ഇല്ലാതെ, ഇങ്ങനെ പറയും ഗുഡ് ഡെപ്റ്റ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയും. അതായത് ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനത്തിന് വേണ്ടി, അതായത് ഒരു കട ഇട്ടു അല്ലെങ്കിൽ ഒരു വാഹനം എടുത്തു, അത് ഓടിക്കിട്ടുന്ന പൈസ കൊണ്ട് അതിൻ്റെ കടവും ലോണും വരുമാനവും ലാഭവും എല്ലാം ഉണ്ടാക്കുന്ന അവസ്ഥ. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഓട്ടോറിക്ഷ, കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു, ഒരു ഓട്ടോറിക്ഷ മേടിച്ചു. അപ്പോൾ ആ മനുഷ്യൻ ആ വണ്ടി ഓടി അതിൻ്റെ എല്ലാം കടങ്ങൾ തീർക്കുന്നു, വീട്ടിലെ ലോൺ അടക്കുന്നു. ആ കടങ്ങൾ വന്നെങ്കിലും അതൊരു ഗുഡ് ഡെപ്റ്റാണ്. എൻ്റെ സുവിശേഷ ശുശ്രൂഷകളിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഓട്ടോറിക്ഷക്കാരനാണെന്ന് ഓർക്കണം. ആ മനുഷ്യൻ പറഞ്ഞു, എറണാകുളത്താണ്, 10,500 രൂപ ഒക്കെ ഒരു ദിവസം, 1000 തൊട്ട് മുകളിലോട്ടൊക്കെ കിട്ടുന്ന ദിവസങ്ങൾ ഉണ്ട്. ലാഭം കിട്ടുന്ന. ഇനി 500 ആയാലും എല്ലായ്പ്പോഴും ഇയറിങ് കുറഞ്ഞിരിക്കും. അപ്പോൾ ഓട്ടം ഉള്ള ദിവസം ചിലപ്പോൾ 10,500 രൂപ 2,000 രൂപയൊക്കെ കിട്ടുന്ന ദിവസങ്ങൾ വരെ ഉണ്ട്. കഷ്ടപ്പെട്ടാൽ ജീവിക്കും. കുടിയും വലിയും പുകയില്ലാത്തത് കൊണ്ട് ഉള്ളത് മിച്ചമാണ്. അപ്പോൾ നല്ല മൈലേജുള്ള വണ്ടിയാണ്, ബ്ലോക്കും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ഈ കടങ്ങളെല്ലാം തീർത്ത് കുടുംബത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതേസമയം ഒരു വണ്ടി, ഒരു വരുമാനം ഇല്ലാത്ത കുടുംബത്തിൽ ലോൺ എടുത്ത് ഒരു കാറ് മേടിച്ചിട്ടു, അതും പുത്തം മേടിച്ചിട്ടു, ഉള്ള ലോണും സ്കീമും ബ്രൈഡും എല്ലാമായിട്ട് ഇനീഷ്യൽ എമൗണ്ട് പോലും ഇല്ല. പക്ഷേ അങ്ങനെയൊക്കെയോ കടമായിട്ടൊക്കെ സംഗതി കിട്ടി. ഇതവിടെ കടന്ന് മേടിച്ചതും കൊടുത്തതും അടക്കാനുള്ളതും. വണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററി, ഇൻഷുറൻസ്, മെയിൻ്റനൻസ്, ഓടിയാലും ഓടിയില്ലാലും ഓരോ വർഷം ഒരു നിശ്ചിത തുക ചിലവിന് വേണം. അങ്ങനെ കടങ്ങൾ അധികരിച്ച് ഇങ്ങനെയുള്ള ചില കേസുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുമാനം ഒന്നുമില്ല, അതുമേലും മുടക്കിക്കൊണ്ടിരിക്കണം. അതേസമയം നമുക്ക് വരുമാനം തരുന്ന ഒരാളെനിക്കറിയാം, സാമ്പത്തിക മേഖല എല്ലാം അടഞ്ഞു പോയപ്പോൾ അത്രക്ക് മെയിൻ റോഡിൻ്റെ അടുത്തൊന്നും അല്ല എങ്കിലും പുതിയതൊന്നും പണിയാൻ നിൽക്കാതെ
അയാളുടെ വീടിൻ്റെ ആ കാർപോർച്ച് പോലെയുള്ള ഭാഗം ഒരു കടമുറിയാക്കി ഒരുപാട് പൈസ മുടക്കാതെ ഒരു കടമുറി പോലെ ആക്കി മാറ്റിയിട്ട് ലോ കോസ്റ്റിൽ ചെയ്തിട്ട് വേണ്ടി വന്നാൽ വീട്ടിലെ ഒരു സ്റ്റോർ റൂം പോലെ വീട്ടിലോട്ട് അത്യാവശ്യം എടുക്കാം. എന്നാൽ അത്യാവശ്യം കച്ചവടങ്ങൾ കിട്ടും. എപ്പോൾ വേണമെങ്കിലും തുറന്നു കൊടുക്കുന്നത് കൊണ്ട് ആൾക്കാർ വരും. രാവിലെ ആയാലും വൈകി അങ്ങനെ ഒരു അവസ്ഥ വെച്ചു. എപ്പോൾ വേണമെങ്കിലും എടുത്തു കൊടുക്കും. 2 പേർ പാല് മേടിക്കാൻ വന്നാൽ ഇച്ചിരി മുട്ടയും ഒരു ബ്രെഡും ഒക്കെ മേടിക്കും. അങ്ങനെ കച്ചവടം പിടിച്ചെടുത്തു. അങ്ങനെ അതൊരു നല്ല ജീവിത മാർഗമായി മാറി. അതാ കൂട്ടത്തിൽ ഇത്തിരി ഇരുമ്പ് സാധനങ്ങളും ഇരുമ്പിൻ്റെ ഹാർഡ്വെയറിൻ്റെ ഐറ്റംസും അത്യാവശ്യം ചെറിയ പച്ചക്കറികളും ചെറിയ ചായ കച്ചവടം എല്ലാമായിട്ട് കുടുംബത്തിൽ. പക്ഷേ വേറെ ചിലരെ അറിയാം, ഒന്ന് പച്ച പിടിച്ച് വരുമ്പോൾ മറ്റു പലതിൻ്റെയും പുറകെ ഓടി അവസാനം അതുമില്ല ഇതുമില്ല. അതുകൊണ്ട് നമ്മുടെ അലസതയും കെടുകാര്യസ്ഥതയുമാണ് പല തകർച്ചകളുടെയും കാരണം. അപ്പോൾ ദൈവവചനം പ്രാർത്ഥിക്കണം. ഇത് ദൈവവചനം പ്രാർത്ഥിക്കുന്ന ഒരു മുതലെടുപ്പായി മാറരുത്. കാരണം ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യണം. ബിഷപ്പ് ഡോൺ ബോസ്കോ പറഞ്ഞ ഇതാണ്, നിങ്ങൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യുക, ബാക്കിയുള്ളത് മാതാവും ഈശോയും ഔസേപിതാവും കൂടെ നിങ്ങൾക്ക് ചെയ്ത് തരും. ഇപ്പോഴും പിഞ്ചു കുഞ്ഞിനെ പോലെ അവർ തരണം, ഇവർ തരണം, ആങ്ങളെ തരുന്നില്ല, അളിയന്മാർ വരുന്നില്ല, ഭാര്യയുടെ വീട്ടുകാർ തരുന്നില്ല, അല്ലെങ്കിൽ ആരും ശരിയല്ല, മറ്റേവരെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട്. ഇന്നാളെ ഒരാളെന്നോട് പറഞ്ഞതാ, അവൻ അച്ഛനായതും ഇവൻ ജോലിക്കാരനായതും അവർക്ക് വരുമാനമായതും ഞാനാണ് പണ്ട് കഷ്ടപ്പെട്ടതെന്ന് എന്നും പറഞ്ഞ് എല്ലാം കൂടെ പതിച്ചു കൊടുക്കണോ? പോയി ജോലിയെടുത്ത് തിന്നിടോ എന്ന് പറയും. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ചിലപ്പോൾ അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും അവർ തരുന്നില്ല, ഇവർ തരുന്നില്ല. അല്ല, ഞാൻ ചോദിച്ചു, തൻ്റെ ഭാര്യേനെയും കൊച്ചുങ്ങളെയും ചിലവിനേറേണ്ടത് മറ്റേവരുടെ പണിയാണ്. പോയി എന്തെങ്കിലും പണി അന്വേഷിക്കണോ? മാസം ഒരു സെക്യൂരിറ്റി പണിക്ക് പോയാലും ഒരു 12,000 രൂപ 15,000 രൂപ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂടെ പ്രോഗ്രാമിന് കീബോർഡ് വായിക്കുന്ന ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എറണാകുളത്തേക്ക് ഇന്ന സ്ഥലത്തേക്ക്, അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ അതും പറഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല. ഒരു സെക്യൂരിറ്റിയെ വേണം, 15,000 രൂപ കൊടുക്കും. PF എല്ലാം ഉണ്ട്, പകൽ മാത്രമേ ഉള്ളൂ, എല്ലാ മുടക്കു ദിവസങ്ങളും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അന്വേഷിച്ചാൽ എന്തെങ്കിലും ജോലി എടുക്കാൻ തയ്യാറുള്ളവർക്ക് അത് കിട്ടും. എനിക്കൊരു മനുഷ്യനറിയാം, ഗൾഫിൽ കുറേ വർഷം ജോലി എടുത്തതാണ്, കുറേ വർഷം. പക്ഷേ ജോലി നഷ്ടപ്പെട്ട എല്ലാ വഴികളും അടഞ്ഞ് കുറേ നാൾ വെറുതെ ഇരുന്നു കടങ്ങളൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ ചാടി ഇറങ്ങി സെക്യൂരിറ്റി പണിക്ക് പോകാനായിട്ട് തുടങ്ങി. അല്ലാതെ ഗൾഫിൽ വലിയ റിഗ് ഇൻചാർജാണ്, ഫോർമാൻ ആയിരുന്നെന്നും പറഞ്ഞ് ഇനി പരീക്ഷിക്കാനില്ല, ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ. ആ മനുഷ്യൻ ചാടി ഇറങ്ങി. അപ്പോൾ താമസം കിട്ടും, ഭക്ഷണം കിട്ടും, അയാളുടെ അവസ്ഥ അറിഞ്ഞ് അവരതിനുള്ള ഏർപ്പാടും കൂടെ ചെയ്തു കൊടുത്തു. താമസം കിട്ടും, ഭക്ഷണം കിട്ടും, 10-16 രൂപ 18 രൂപ അടുത്ത് ശമ്പളവും കിട്ടും. പോരെ, എല്ലാ ചിലവും അവിടെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഇതും കിട്ടും. ഗൾഫാണെന്നും പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ പഴയ ഗൾഫുകാരനാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഞാനൊക്കെ ഒരു 17 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലെ എന്തെങ്കിലും 10 പൈസ ഏതെങ്കിലും ജോലി കൂടെ ചെയ്ത് ഞാനും എൻ്റെ അനിയനും ഒക്കെ അങ്ങനെ ആയിരുന്നു. പെങ്ങക്കട കാര്യം പറയാനില്ല, എൻ്റെ അമ്മ റെസ്റ്റ് എടുക്കത്തില്ല, അവൾ മരിച്ചുപോയി, 38-ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും 10 പൈസ എവിടെന്നെങ്കിലും എന്തെങ്കിലും ജോലി എന്തെങ്കിലുമായിട്ട് പഠനത്തോടൊപ്പം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. ബസ് കാശിന് തരുന്ന 10 പൈസ അന്ന് 19-20 പൈസ, ഒരു ദിവസത്തേക്ക് നടന്നു പോകാൻ ഒരു ദിവസത്തേക്ക് 10 പൈസ, അത് കൂട്ടി വെച്ച് മാസമാകുമ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ ആഴ്ചയിലാവുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കും. അത്രയും ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് ഇടാനായിട്ട് തയ്യാറാകുന്നത്. ബുദ്ധിമുട്ടുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നിരാശയ്ക്ക് കാരണം അല്ലെങ്കിൽ അലസതയ്ക്ക് പല കാരണങ്ങളും ഉണ്ടായേക്കാം. ചിലപ്പോൾ ഇൻബോണായിട്ട് കിട്ടിയതായിരിക്കാം. അമ്മക്കൊന്ന് കിടക്കാൻ പോലും പറ്റിയിട്ടില്ല, ഒരു റെസ്റ്റും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്നാൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞിനെ വേണ്ടായിരുന്നു എന്നുള്ള ചിന്ത ഇൻബോണായിട്ട് കിട്ടിയ പാകത്തിന് ഭക്ഷണം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല, ആവശ്യത്തിന് അംഗീകാരമോ സ്നേഹമോ കിട്ടിയിട്ടില്ല, ഒന്നിലും ഒരു ഉണർവില്ല. ഇങ്ങനെയൊക്കെ കിട്ടിയ ചില അപ്പൻ ജോലിയെടുത്ത് കുടുംബത്തിൽ ഒന്നും കൊടുക്കുന്നില്ല, കടവും ബലവും മേടിച്ച് ജീവിക്കേണ്ടി വന്ന അവസ്ഥകൾ. അപ്പോൾ ഇത് അമ്മയിലൂടെ അപ്പനിലൂടെ കുടുംബത്തിലൂടെ നമ്മളിലേക്ക് വന്ന മുറിവുകൾ, നിന്ന് ഉൾവലിയുന്ന സ്വഭാവം, അലസത, ഒന്നിനോടും താല്പര്യമില്ല, വിഷാദഭാവം, അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ചികിത്സിക്കേണ്ടതാണെങ്കിൽ ചികിത്സിക്കണം. ചിലത് വിഷാദ രോഗത്തിലേക്ക്, ബൈപോളർ ഡിസോർഡർ അങ്ങനെയൊക്കെ കടന്നു പോകും. പക്ഷേ ഇന്ന് ദൈവം സഹായിച്ച അഡ്വാൻസ്ഡ് ആണ്, എല്ലാത്തിനും ചികിത്സകളുണ്ട്. ഡിപ്രഷൻ ആയാലും വിഷാദമായാലും ഉന്മാദമായാലും ഇതെല്ലാം ചികിത്സക്ക് വിധേയമാക്കണം. അതുപോലെ അലസത
അലസത ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അവസ്ഥയാണ്. ചിലപ്പോൾ സ്വന്തപ്പെട്ടവരുടെ മരണമോ പരാജയമോ നഷ്ടമോ സ്നേഹിച്ചവരുടെ വഞ്ചനയോ നിരാശയ്ക്കും അതുപോലെ അലസതയ്ക്കും ഒക്കെ കാരണമായേക്കാം. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആർക്കും കിട്ടണില്ല, ആരും രക്ഷപ്പെടണില്ല, ഈ കാലത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇങ്ങനത്തെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. യഥാർത്ഥ കാരണം എന്താ? അലസത, മടി, വിഷാദം, ഇതൊക്കെ ആയിരിക്കാം. അപ്പോൾ ചികിത്സിക്കേണ്ടതാണെങ്കിൽ ചികിത്സിക്കണം. അതുപോലെ കൗൺസിലിങ്, കുംഭസാരം, അതൊക്കെ അത്യാവശ്യം. വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, ലോകപ്രശസ്തനാണ്. കുംഭസാരം വഴി മാനസിക രോഗികൾ പോലും സുഖപ്പെടുന്ന നിരവധി അനുഭവങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന്. നല്ല കുംഭസാരം വഴി കേട്ടോ, തട്ടിക്കൂട്ടല്ല. അവർ കാരണം ഇവർ കാരണം, അല്ലെങ്കിൽ ആരും തരുന്നില്ല, ആരും കൊടുക്കുന്നില്ല, കടം കിട്ടുന്നില്ല, ചോദിച്ചെടുത്തൊന്നും തരുന്നില്ല, നമുക്കുണ്ടായപ്പോൾ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ തട്ടിപ്പ് വർത്തമാനങ്ങൾ. അതെല്ലാം നിർത്തി അധ്വാനിച്ച് ഭക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. കുറ്റബോധവും വെറുപ്പും അപകർഷതയും ഭയവും എല്ലാം നമ്മളെ നിരാശയിലേക്ക് നയിക്കും. ചിലപ്പോൾ അജ്ഞാത കാരണങ്ങൾ, പാരമ്പര്യ കാരണങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ സയൻസ് പറയും വ്യതിയാനങ്ങൾ എന്ന് പറയും. മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും വ്യത്യസ്തമായ ഇത് ആരുടെ രീതിയെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അവിടെ ആരും ഇങ്ങനത്തെ സ്വഭാവം ഇല്ലല്ലോ എന്ന് പറയും. വ്യതിയാനങ്ങൾ എന്ന് പറയും. ജീനുകളിലൂടെ മാതാപിതാക്കളുടെ പാരമ്പര്യ ഘടകങ്ങൾ അതുപോലെ കിട്ടും. രണ്ടുപേരുടെയും കിട്ടിയേക്കാം, രണ്ടിലൊരാളുടെ കിട്ടിയേക്കാം. എങ്ങനെയാണെന്ന് അത് കണ്ടെത്തണം. അപ്പോൾ അതിനെല്ലാം ഇന്ന് ചികിത്സകളും കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ യഥാർത്ഥ കാരണം ദൈവസ്നേഹം അനുഭവിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ്, ഉണർവില്ലാത്തതിൻ്റെ, മടുത്തിരിക്കുന്നതിൻ്റെ. അപ്പോൾ വിശുദ്ധ അഗസ്ത്യൻ പറഞ്ഞ വാക്കുകൾ, എൻ്റെ അങ്ങയിലായിത്തീരോളം, അങ്ങേ അനുഭവിക്കോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. അപ്പോൾ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞാൽ അടങ്ങിയിരിക്കാനായിട്ട് പറ്റത്തില്ല ജീവിതകാലം മുഴുവൻ. ഇന്നാളൊരുത്തൻ പറഞ്ഞതാ, ബിടെക് കടവും എടുത്ത് പഠിപ്പിച്ച് അത് 10-21 പേപ്പർ എഴുതിയെടുക്കാനുണ്ട്, അതിന് പകരം മുറി അടച്ചിരിപ്പ, ലോകാവസാനം ആറായില്ലേ എന്തൊക്കെ ആയാലും എന്നും പറഞ്ഞിട്ട് തട്ടിപ്പ് എന്ന് പറയാം, കള്ളത്തരം എന്നല്ലേ അതിന് പറയാൻ വേണ്ടി പറ്റൂ. പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ലെന്നും പറഞ്ഞു ഓടിച്ചു വിടുന്നു. ഞാൻ പറഞ്ഞു അടിച്ച് ഓടിക്ക്, പോയി ജോലി എടുക്കടാന്ന് പറഞ്ഞ്. അവസാനം കാലും കൈയും പിടിച്ച് മരുന്നൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചും കൗൺസിലിങ്ങൊക്കെ എടുത്ത് ഇപ്പോൾ കോഴ്സെല്ലാം വിജയകരമായിട്ട് പല ഘട്ടമായിട്ട് പൂർത്തിയാക്കി, അവിടം വരെയെങ്കിലും എത്തി. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. കാരണം വർഷങ്ങളായിട്ട് കയറിയിരുന്നതും വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന ചില ശീലങ്ങൾ അവരവർ തന്നെ മാറ്റാനായിട്ട് തയ്യാറാകണം. രക്ഷപ്പെടണമെന്ന് ഉള്ള ഒരു തീരുമാനം ഉണ്ടാകണം. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എല്ലാവർക്കും അങ്ങനെയാണ്. അത് കണ്ണു തുറന്ന് കാണാത്തത് കൊണ്ടാണ്. പൊട്ടക്കിണറ്റിൽ വീണ തവളയുടെ കഥ പറഞ്ഞ പോലെയാപ്പോൾ ഇത് തന്നെ ലോകം, ഈ വട്ടം തന്നെ, ഇതാണ് ഈ ഭൂമി, ഈ ലോകം എന്ന് പറയുന്നത് പോലെ ആയിപ്പോകും. എത്രയോ പേര് ഉയർന്ന് രക്ഷപ്പെട്ട് നല്ല നല്ല നിലയിൽ അവയവങ്ങൾ പോലും ഇല്ലാത്തവർ, ജസീക്ക കോക്സ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ കാര്യം വായിച്ചത് ഓർക്കുകയാണ്. 89 കൈയും കാലമൊന്നുമില്ല, പക്ഷെ 89 മണിക്കൂർ വിമാനം പറത്തി എന്നും പറഞ്ഞ് ആ ഒരു ഹിസ്റ്ററി വായിച്ചത് ഓർക്കുകയാണ്. വിൽമ റുഡോൾഫ് പോളിയോ വന്ന് ചെറുപ്രായത്തിലേ തളർന്നുപോയ സ്വാധീനമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ റോം ഒളിമ്പിക്സിൽ 1960 3 സ്വർണ്ണ മെഡൽ നേടി. പരിശ്രമവും പ്രാർത്ഥനയും, അമ്മ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അയ്യോ രക്ഷയില്ലെന്ന് പറഞ്ഞാൽ എല്ലാം പോകും. ഇതാ അമിതാഭ് ബച്ചൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാന്ന് പറയും. എല്ലാം അടിഞ്ഞു പോയി, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി ജപ്തിയായിപ്പോയ ഇന്ത്യയിലെ തന്നെയല്ല ലോകപ്രശസ്തനായ വ്യക്തിയാണ് അമിതാഭ് ബച്ചൻ. പിന്നെ സിനിമാ രംഗത്ത് അത്യുന്നത ഒരു ഉയർന്ന ലെവലിൽ നിൽക്കുന്ന അദ്ദേഹം കോൻ ബനേഗ ക്രോർപതി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ കൂടെ കയറിപ്പോകുന്നത്. ശബ്ദം കൊള്ളില്ലാത്തത് കൊണ്ട് പാട്ടിന് വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് വിട്ട. ആദ്യം പിടിച്ച പടങ്ങളെല്ലാം പടപടാന്ന് പറഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ പോയ അദ്ദേഹം. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ലെവൽ എന്താണ്? അപ്പോൾ സമ്പന്നതയുടെ ഉച്ചകോടിയിലാണ്. അപ്പോൾ സമ്പന്നത മാത്രമല്ല ഈ ജീവിതത്തിൻ്റെ അളവുകോല്, അല്ലെ? ആത്മീയത വേണം, ഭൗതികത വേണം, ഭൗതികമായ കാര്യങ്ങൾ വേണം, മാനസികമായ ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ട മനസ്സിൻ്റെ സന്തോഷം. അപ്പോൾ ഈ വചനങ്ങൾ പറഞ്ഞ് നമുക്ക് അലസത മാറാൻ പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം. എനിക്ക് കമൻറ്റും മെസ്സേജും ഇടണം. എന്ത് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി ഇത് കേട്ടിട്ടെന്ന്. അത് പ്രയോജനപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും കുടുംബജീവിതക്കാരായാലും എന്നോടൊരു സഹോദരി പറഞ്ഞതാ, ഷൈജു ബ്രദർ പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്നെ ജോലിക്ക് വിടും, ബ്രദറിന് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്, ബ്രദറിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ എന്നെ ജോലിക്ക് വിട്ടിട്ടില്ല. എനിക്ക്
പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമാണ്, ഭയങ്കര കടുംപിടുത്തമാണ്. ഒരു ജോലിക്ക് വേണം എന്ന് പറയുമ്പോൾ അയാൾ നേരെ എതിരാണ്, ജോലിക്ക് പോകണം. അങ്ങനെ ഞാൻ കൊണ്ടുവന്നതും. പക്ഷെ വാടക താമസിക്കുന്നത്, ഒരു 2 വീലർ പോലും സ്വന്തമായിട്ടില്ല, ഭയങ്കര കഷ്ടപ്പെടുന്ന. അത് എന്തായാലും പലതവണ ഒരു ഫോളോ അപ്പ് പോലെ അവർ വന്നു, അങ്ങനെ സംസാരിച്ചു. ഈ മനുഷ്യൻ്റെ നല്ല മൂഡ് നോക്കി അവരൊരുമിച്ചിരുന്നും സെപ്പറേറ്റൊക്കെ സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഈ സഹോദരിയെ കൂടി ഒരു ജോലിക്ക് വിട്ടുകൂടാ? ബ്രദറെ, ഇന്ന് വരെയും വിട്ടിട്ടില്ല. ഇപ്പം ഞാൻ ഈ അവസ്ഥക്ക് ഒരു മാറ്റം വേണ്ട. പിന്നീട് വാടകയ്ക്ക് താമസിച്ചവർ പണയത്തിന് വീടെടുത്ത് താമസിച്ചു. ഒരു 2 വീലർ, ഒരു ബൈക്ക് ലോണായിട്ട് മേടിച്ചു. അതായത് സഹോദരിയും കൂടി ജോലിക്ക് പോകാൻ തുടങ്ങി. കാരണം ഇത്രയും ദാഹിച്ചിരുന്ന ആ സഹോദരിക്ക് ജോലി കിട്ടിയപ്പോൾ നല്ലവണ്ണം ചെയ്യുന്നത് കൊണ്ട്, ഇത്രയും വർഷം എക്സ്പീരിയൻസ് പോലും ഇല്ല, പ്രാർത്ഥനയും എല്ലാം കൊണ്ട് ഒരു സ്ഥാപനത്തിലെ മേൽനോട്ടം, 10ാം ക്ലാസ്സേ ഉള്ളൂ, പക്ഷേ വിശ്വസ്തനായ ഒരാളെ വേണം എന്നന്വേഷിച്ചവരാ. ഇതിൻ്റെ ഓണർ വിദേശവും പർച്ചേസിങ്ങും ഒക്കെ ആയിട്ട് പോകും. അപ്പോൾ വിശ്വസ്തമായ ഒരാളെ വേണം. നല്ല ശമ്പളവും കിട്ടി, നല്ല ജോലിയും കിട്ടാൻ തുടങ്ങി, പദവികൾ ലെവലൊക്കെ മാറി. അവസാനം അവർക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തു, സ്ഥലമൊക്കെ കിട്ടി. അങ്ങനെ പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. ഒരു സഹോദരി പറഞ്ഞത് ഓർക്കണേ, ഞങ്ങളുടെ കുടുംബത്ത് പെണ്ണുങ്ങളാരും ജോലിക്ക് പോകില്ല. ഒരു സഹോദരൻ പറഞ്ഞു ഓർക്കണേ, ഞങ്ങൾ ഇന്ന സഭക്കാരാണ്, ഞങ്ങളുടെ കുടുംബത്ത് ആണുങ്ങളൊന്നും അങ്ങനെ ശമ്പളത്തിനൊന്നും ജോലിക്ക് പോകില്ല. അപ്പോൾ പക്ഷേ ആകെ കഷ്ടസ്ഥിതിയാണ്. ഭാര്യ കഷ്ടപ്പെടുത്തിട്ട് ഏത് സഭയായാലും കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് അധ്വാനിച്ച് നെറ്റിയില്ല, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇരിപ്പത് വല്ലതും വേണം. ഇനി അധ്വാനിക്കാതെ കയറിയിരുന്നാൽ ഇന്ന് കേൾക്കാവുന്ന ജീവിതശൈലി രോഗങ്ങൾ എത്രമാത്രമാണെന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ ഒരു കൂട്ടുകാരൻ പണ്ട് പറഞ്ഞ വാക്കുകൾ, ജോലിയെടുത്തിട്ട് മരിച്ചാൽ മതി, അതാണ് വീരചരമം എന്ന് പറഞ്ഞു. അതായത് ആ മനുഷ്യന് കുറേ നാൾ ജോലി ഇല്ലാതെ ഇരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറയും, എൻ്റെ അപ്പം കൂട്ടുകാരൻ അപ്പനോട് വന്ന് പറയും, എനിക്കൊരു വീരചരമം, ഒരു ജോലി കിട്ടിയിട്ട് മരിച്ചാൽ മതി എന്നും പറഞ്ഞു. ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അപ്പം മരിച്ചിട്ട് 10-20 വർഷമായി. അപ്പച്ചൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. കുറേ നാൾ ആ മനുഷ്യന് ജോലി ഇല്ലാതിരുന്നപ്പോൾ ഇങ്ങനെ പോയി. അവസാനം ടാക്സി ഓടിക്കാനും ഓട്ടോ ഓടിക്കാനും ഒക്കെ പോയി. പിന്നീട് മാറ്റങ്ങൾ വന്നു, പിള്ളേരൊക്കെ ജോലിക്കാരൊക്കെ ആയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ വചനത്തിൽ പറയുന്നത് പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുക. എന്താണിത്? ആ വചനങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോണേ, അലസത മാറാൻ. ഏശയ്യ 60:20. നിൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിൻ്റെ ചന്ദ്രൻ മറയുകയില്ല, കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും. ഏശയ്യ 61:3-4. വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അതുകൊണ്ട് കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും കിട്ടിയില്ലെന്നും പറഞ്ഞിരിക്കാതെ, ഇങ്ങനെ ഇത് പറയുന്നത് കേൾക്കാനെങ്കിലും പറ്റണില്ലേ? കേൾക്കാൻ പറ്റാത്തവരും കേൾവിശക്തി കുറഞ്ഞുപോയവരും കണ്ണിന് കാഴ്ചയില്ലാത്തവരും നടക്കാൻ പറ്റാത്തവരും കിടപ്പ് രോഗികളൊക്കെ ആയിട്ട് പ്രായഭേദമന്യേ എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഞാനിന്നാൾ അമൃത ആശുപത്രിയുടെ അവിടെ ഒരു പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ കയറാൻ സമയമാകാൻ കാത്തു നിൽക്കുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് പേഷ്യൻറ്റിനെ കാണാനുള്ള സമയമാണ്, വന്ന് കൂടിയിരിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അകത്ത് അവരുടെ പേഷ്യൻസ് ഉള്ള പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. വൻ തിരക്ക്. ഇവിടെ വല്ലതും വെറുതെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അത്രയധികം രോഗികളുണ്ട് സാറേ എന്ന് പറയുകയാണ്. അപ്പോൾ പ്രായഭേദമന്യേ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ മനുഷ്യർ പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നുണ്ടെന്ന് ഓർക്കണം. ദൈവം നമ്മളെ ഇങ്ങനെയെങ്കിലും നടത്തണില്ലേ? അതുകൊണ്ട് ഇത്രയൊക്കെയല്ലേ കുഴപ്പങ്ങളുള്ളൂ. കിട്ടിയ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇന്ന് തൊട്ട് തുടങ്ങി. വീണ്ടും അപ്പോൾ ഏശയ്യ 61:3-4. തളർന്ന ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കും. വീണ്ടും ഏശയ്യ 44:3. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. ഒന്നും നടക്കാൻ പോണില്ലെന്ന് പറയുന്നവരോട് ദൈവവചനം പറയുകയാണ്, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും, കർത്താവ് ഒഴുക്കും. ഏശയ്യ 40:30-31. യുവാക്കന്മാർ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല.
ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. അപ്പോൾ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. സങ്കീർത്തനം 27:14 കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. അത് ഒന്നും നടക്കാൻ പോണില്ല, ആര് തരാനാ, എവിടെ നിന്ന് കിട്ടാനാ, എങ്ങനെ കിട്ടാനാ, അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യനെയും ഭർത്താവിനെയൊക്കെ കണ്ടിട്ടുണ്ട്. രണ്ടും ഒരേതോടെ പോയതൊക്കെ പൂളാനെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ദാരിദ്ര്യവും കഷ്ടപ്പാടും എങ്ങനെ തരാനാ, ആര് തരാനാ, ഈ കാലത്ത് എന്ത് ചെയ്യാനാ, എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നും പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് ധർമ്മവും മേടിച്ച് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർ. നിങ്ങൾക്ക് പറന്നുയരണ്ടേ? പ്രാർത്ഥനയാകുന്ന ചിറകുകൾ. വിശുദ്ധ ജോൺ മരിയ വിയന് പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷിയാണ്. പക്ഷിയെ പോലെ ചിറകുകൾ പറന്നുയരാൻ, കഷ്ടപ്പെടാൻ, കണ്ടെത്താൻ ഉള്ള വഴികളായിട്ട് നമ്മൾ അന്വേഷിക്കണം, ഇറങ്ങണം. ഇത്രയും വർഷമായിട്ട് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൊക്കെ വരുമ്പോൾ ഞാൻ 2-3 ഉദാഹരണങ്ങൾ ഓർക്കുകയാണ്. 7 വർഷമായിട്ട് MBA കഴിഞ്ഞിട്ട് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി കിട്ടിയത് കളഞ്ഞു. ഇനി എന്നിട്ട് നോക്കിയിരിപ്പ് തുടങ്ങി. വർഷങ്ങൾ കുറേ പോയി. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, പത്രത്തിൽ ഇങ്ങനെ ഒരു പരസ്യം കാണുന്നുണ്ടല്ലോ, ഒന്ന് അപേക്ഷിക്കാൻ പാടില്ല? അതൊക്കെ ഒരുപാട് പേരുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു, ഒന്ന് അപേക്ഷിക്ക്. ഞാൻ പറഞ്ഞതായത് കൊണ്ട് ഒഴിഞ്ഞു മാറാൻ പറ്റാതെ അപേക്ഷിച്ചപ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് അവർ ചോദിച്ചു, +2കാരൻ മതി, നിങ്ങൾക്ക് ഈ ജോലി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജോലി കിട്ടി. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിദേശത്തേക്കുള്ള ഇൻ്റർവ്യൂവിൽ പാസ്സായി. അങ്ങനെ ഗൾഫിൽ ജോലി കിട്ടിപ്പോയി. ഒന്നും ചെയ്യാത്തവനെ ആരെങ്കിലും വിളിക്കുമോ? അവൻ്റെ പേരാ മടിയൻ മുടിയൻ്റെ സഹോദരനാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ മടി, അലസത മാറണം കേട്ടോ. ആരെയും വിഷമിപ്പിക്കാനല്ല കേട്ടോ. നമ്മുടെ വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമങ്ങൾ മാറാൻ വേണ്ടിയാണ് പറയുന്നത്. വിഷമിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അല്ലേ. അപ്പോൾ ഈ വചനങ്ങൾ യെശയ്യാ 61:3-4, യെശയ്യാ 60:20, യെശയ്യാ 44:3, യെശയ്യാ 40:30-31, സങ്കീർത്തനം 27:14 ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ എന്നാണ് വചനം പറയുന്നത്. വീണ്ടും സങ്കീർത്തനം 43:5 പറയുന്നു, എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു, നീ എന്തിനു നെടുവേർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഈശോ നസ്രത്തിൽ തച്ചൻ്റെ ജോലി ചെയ്ത് ജീവിച്ചു, ദൈവപുത്രനാണ്. പക്ഷേ അധ്വാനത്തിൻ്റെ മഹാത്മ്യം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നു. പൗലോസ് ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാ അപ്പോസ്തലന് കിട്ടുന്ന അവകാശങ്ങളെല്ലാം ഉപയോഗിക്കാം, എന്നിട്ട് പോലും അവയെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിച്ചിരുന്ന അപ്പോസ്തലൻ പൗലോസ് ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു. യേശുവിൻ്റെ പിതാവായ ഔസേപ്പ് ഒരു തച്ചപ്പണിക്കാരനായിരുന്നു. അപ്പോൾ അധ്വാനിക്കുന്നത് ആർക്കും ഒരു മോശം കാര്യമല്ല. അധ്വാനിക്കുന്നത് ഒരു ഭൂഷണമാണ്. വിശുദ്ധരുടെ എല്ലാം ചരിത്രത്തിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. വിശുദ്ധ ബ്രദർ ലോറൻസ് ഒരു കുശിനിപ്പണിക്കാരനായിരുന്നു. ജോസഫ് കുപ്പർത്തീനോ ഇതാ ആശ്രമത്തിൽ അച്ഛനാകാൻ എടുക്കാത്തത് കൊണ്ട് ഒരു ചെരുപ്പൂത്തിയുടെ മകനാണ്. അവിടുത്തെ പശുക്കളെ നോക്കുന്ന, കുളിപ്പിക്കുന്ന, ചാണകവും മൂത്രവും കോരുന്ന, കറക്കുന്ന പണികളൊക്കെ ചെയ്യാൻ വേണ്ടി കയറി. അദ്ദേഹത്തിൻ്റെ മിടുക്കും ദൈവാനുഗ്രഹവും കൃപയും കണ്ടിട്ടാണ് വൈദികനാകാനുള്ള ആ വിളിയിലേക്ക് അവർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആരും എല്ലാം തികഞ്ഞവരല്ല. വെറുതെ നോക്കിയിരുന്ന ആരും ഒന്നും കൊണ്ട് വളരെ കഷ്ടപ്പെട്ടാൽ തന്നെ മുന്നോട്ട് പോകാൻ ഒത്തിരി പ്രയാസപ്പെടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് എനിക്ക് പലരെ അറിയാം. ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചുപോയി. നമ്മളിടയ്ക്ക് നമ്മുടെ ഈ സ്നേഹവിരുന്നിൽ കൊടുക്കാൻ കൊഴുക്കട്ടയൊക്കെ ഇടയ്ക്ക് ആവശ്യം വരുമ്പോൾ അവരോട് മേടിക്കാറുണ്ട്. കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുത്ത് ജീവിക്കുകയാണ് കടകളിലും ഇതുപോലെ ആവശ്യമുള്ള സ്ഥാപനങ്ങളിലൊക്കെ. ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു വിധവയായ സ്ത്രീയാണ്. മക്കളൊക്കെ പഠിച്ച് ചെറിയ ജോലിയിലൊക്കെ കയറി തുടങ്ങി. എൻ്റെ മകൻ്റെ പ്രായക്കാരൊക്കെയാണ്. എന്നിരുന്നാലും ആ ജോലി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സ്ത്രീ എനിക്കറിയാം, ഒരു വീട്ടമ്മ. അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് നാളുകളായിട്ട് ചെയ്ത് കുറച്ച് ചെയ്ത് ഇടയ്ക്ക് അവരോടും ഇതുപോലെ നമുക്ക് നമ്മുടെ സ്നേഹവിരുന്നിന് ആവശ്യമുള്ള അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്, അധികം പൈസ ഒന്നുമില്ല, മേടിക്കാറുണ്ട്. അതുപോലെ തന്നെ
ചെറിയ ജോലിക്കാരൊക്കെ ഉള്ള അടുത്തുള്ള സ്ഥാപനങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഹോട്ടലായിട്ട് നടത്തുന്നില്ലെങ്കിലും കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളെയൊക്കെ എനിക്കറിയാം. അങ്ങനെ പലതുള്ളി പെരുവെള്ളം എന്തെല്ലാം അവർ തരട്ടെ, ഇവർ തരട്ടെ, ഭർത്താവ് തരട്ടെ, വീട്ടുകാർ തന്നില്ല, തരാനുള്ളതാ തന്നില്ല, കിട്ടാനുള്ളതാ കിട്ടിയില്ല, ഇനി നോക്കിയിരുന്നിട്ട് അതും പറഞ്ഞ് പാപം പഴിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ കണ്ടെത്തണ്ടേ, നമ്മൾ പരിശ്രമിക്കണ്ടേ. തേനീച്ചയെ കണ്ടിട്ടില്ല, ഏറ്റവും ചെറിയൊരു ജീവിയാണ്, പക്ഷേ അത് മരണം വരെ വിശ്രമമില്ലാതെ പറന്ന് നടക്കുകയാണ്. എയറോ ഡൈനാമിക് ലോ അനുസരിച്ച്, അതിൻ്റെ പറക്കൽ സിദ്ധാന്തം അനുസരിച്ച് തേനീച്ചയ്ക്ക് ഇങ്ങനെ തേനും പഴിച്ചുകൊണ്ട് പറക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ ശരീരഘടന അങ്ങനെയാണ്. പറന്നുപോയി ഇങ്ങനെ ഇര കണ്ടെത്തി വരാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അതിൻ്റെ ആ ബലഹീനത അറിയില്ല. എയറോ ഡൈനാമിക് ലോക്ക് എതിരായിട്ടാണ് തേനീച്ച പറക്കുന്നത്. അപ്പോൾ ഈ ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ഭൂമിയിൽ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. വലുത് മാത്രമേ ചെയ്യൂ, വലിയ ജോലിക്ക് മാത്രമേ പോകുകയുള്ളൂ എന്നും പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കും. കഷ്ടപ്പെട്ട് മുന്നോട്ട് ഓടാനായിട്ട് ശ്രമിക്കുക. യോഹന്നാൻ 6:63 ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 15:3 ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ വചനം ഞങ്ങൾ ഈ മക്കൾക്ക് പങ്കുവെച്ച് കൊടുത്തപ്പോൾ അവരുടെ നിരാശ എല്ലാം മാറട്ടെ. ഈ ഓരോ വചനവും ഏശയ്യാ 61:3-4, ഏശയ്യാ 60:20, ഏശയ്യാ 44:3, സങ്കീർത്തനം 27:14, ഏശയ്യാ 40, 30, 31, അതുപോലെ സങ്കീർത്തനം 43:5. ഈ വചനങ്ങളെല്ലാം ഒരു മാസം ഒരു 21 പ്രാവശ്യം വീതം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. വലിയ വിടുതലുണ്ടാകും. നിങ്ങളുടെ കമൻസുകളൊക്കെ അയക്കണം, പ്രാർത്ഥനാ നിയോഗങ്ങൾ അയക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുകയോ നടക്കാനൊക്കെ പോകും. എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റാതെ വന്ന സാഹചര്യം മുതൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളി ജോളിയായിട്ട് പരമാവധി ഞങ്ങളിവിടെ വാക്ക്വേയിൽ നടക്കാൻ പോകും. അപ്പോൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ നോക്കി, ഇനി ബ്രദർ പറഞ്ഞിട്ട് എൻ്റെ ഒപ്പം പറയാറുള്ള ഒരു കാര്യം, ബൈപ്പാസിൽ കൂടി നടക്കാൻ പോയവരൊക്കെ തീർന്നെന്ന് പറയും. അതുകൊണ്ട് വലിയ വലിയ റോഡും തിരക്കുള്ള സ്ഥലമൊന്നും നോക്കി പോകേണ്ട, ഒത്തിരി സൂക്ഷിക്കണം. നമുക്ക് ചുറ്റിനും ഒത്തിരി ചെറിയ ചെറിയ റോഡുകളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ചളിക്കോട്ട, ഇവിടെ വാക്ക്വേ ഉണ്ട്. ഞങ്ങളൊക്കെ അവിടെയൊക്കെ നടക്കാൻ പോകും. ഇന്ന് ഒത്തിരി ജിമ്മുകളൊക്കെ ഉണ്ട്, ഫിറ്റ്നസ് സെൻറ്ററുകളൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ ഫീസൊന്നും വരത്തില്ല. എന്തോരം കാശ് മരുന്നിന് കൊടുക്കുന്നു. അപ്പോൾ പല രോഗങ്ങളും മാറി നിൽക്കും. അവിടെയെല്ലാം പല നല്ല ട്രെയിനറുകളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഇണങ്ങുന്ന, അത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതൊക്കെ ചെയ്യുക കേട്ടോ. ആരും നിർബന്ധം പറയുകയല്ല. ഒരു മാസം പാതിന് പോയാൽ നല്ല പ്രസരിപ്പ്, നല്ല ഉന്മേഷം, പിന്നെ അതും ക്രീമൊന്നും വാരി തേക്കണ്ട. നല്ല മുഖകാന്തി, നല്ല തിളക്കം, നല്ല ഹോർമോൺ പ്രവർത്തനങ്ങളൊക്കെ നല്ല ക്ലിയർ ആകും. വെറുതെ കുറേ മരുന്നൊന്നും വാരി കഴിക്കണ്ട. മരുന്നിന് കൊടുത്തേച്ചാൽ കുറേ കാശിൻ്റെ ഒരു അംശം പോലും മതിയാകും. നല്ല അത്യാവശ്യം അവർ ഡയറ്റിംഗ് ഒക്കെ പറഞ്ഞു തരും. അതുപോലെ നല്ല വ്യായാമമൊക്കെ എടുക്കുക. ഒരുപാട് സർക്കസ് ഒന്നും ചെയ്യേണ്ട. പ്രായത്തിനും കാലത്തിനും അനുസരിച്ചുള്ള കാര്യങ്ങൾ. മരിക്കുന്നത് വരെ മനുഷ്യന് അധ്വാനം വേണം, വ്യായാമം വേണം. പല രോഗങ്ങളും പടിയിറങ്ങും. നിറം പറഞ്ഞ് പച്ച, മഞ്ഞ, നീലയെന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. ആ മരുന്നൊക്കെ മാറ്റി വെക്കാൻ പറ്റും. ആവശ്യത്തിൽ കൂടുതലും മരുന്നിനും ടെസ്റ്റിനും ചികിത്സക്കും കൊടുക്കുന്നതെല്ലാം കുറയും. അപ്പോൾ അധ്വാനിക്കുക. അതുപോലെ നമ്മുടെ ഇടവകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പിലും ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയ പല പ്രവർത്തന മേഖലകളും ശുശ്രൂഷകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അതെന്താണെന്ന് കണ്ടെത്തി പ്രേക്ഷിത വേല ചെയ്യുകയും വചനം കേൾക്കുക ചെയ്യുമ്പോൾ ഇതാ കർത്താവിനെ മുഖാമുഖം കണ്ട മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ സങ്കീർത്തനം 34:5 പറയുന്നുണ്ട്, അവിടുത്തെ നോക്കി പ്രകാശിതരായി. അപ്പോൾ അലസത മാറുന്നതോടൊപ്പം ദൈവത്തിൻ്റെ പ്രകാശം, ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും പ്രയോജനമുള്ളതാകട്ടെ. നിങ്ങൾക്കിത് പ്രയോജനപ്രദമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നാളെ എന്ന് നീട്ടിക്കൊണ്ടു പോകരുത്. ഇന്ന് തന്നെ ആരംഭിക്കുക, മാറ്റങ്ങൾ വരുത്തുക. വചനം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആക്റ്റീവ് ആവുക, പരിശ്രമിക്കുക, കണ്ടെത്തുക, അന്വേഷിക്കുക, മുട്ടുക, തുറക്കപ്പെടും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.